ഹലോ എവ്രി വൺ, DHICയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഇയറിന്റെ പേഴ്സണൽ ഹൈജീന് ആണ് നമ്മൾ ഈ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അകത്ത് ഹൈജീൻ എന്താണ്, ഹെൽത്ത് എന്താണ്, അതേപോലെ തന്നെ ഇയറിന്റെ കെയർ ഒക്കെയാണ് നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ കെയറിനെ കൊണ്ടാണ്. നമ്മുടെ ഐസിനെ എങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐസ് എന്ന് പറയുന്നത് അത്രയും നമുക്ക് അറിയുന്ന പോലെ തന്നെ, ഇയറിനെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗൻ ആണ് ഐസ് എന്ന് പറയുന്നത്. വിൻഡോസ് ഓഫ് ലേണിംഗ് എന്നാണ് ഐസിനെ പറയുന്നത്. മീൻസ് നമ്മുടെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വേൾഡിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്, റീഡ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഐസ് കാരണമാണ്. സോ ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഒരു നല്ല ഐസൈറ്റ് നമ്മളെ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റലക്ച്വൽ ഫംഗ്ഷനും അതേപോലെ തന്നെ ഡെവലപ്മെന്റിനും മെമ്മറിക്കും ലേണിങ്ങിനും കാര്യത്തിനൊക്കെ ഗുഡ് ഐസൈറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ഐസ് വീക്ക് ആകുമ്പോൾ അത് നമ്മുടെ എവറി പാർട്ട് ഓഫ് നമ്മുടെ ലൈഫിനെ തന്നെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഐസിനെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഐസിനെ എഫക്ട് ചെയ്യുന്നത് നോക്കാം. 4 ഗ്രൂപ്പിലാണ് നമ്മളത് ഓരോ കണ്ടീഷൻസിനെയും നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. സോ ഒന്ന് ഇൻഫെക്ഷൻസിൽ വരുന്നതാണ്. 3 ഐ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഒന്ന് കൺജക്റ്റിവൈറ്റിസ്, ട്രക്കോമ, സ്റ്റൈസ്. സോ കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് റെഡ് ഐ, നമ്മൾ ചെങ്കണ്ണ്, കണ്ണ് രോഗം എന്നൊക്കെ നമ്മൾ പറയും. അതാണ് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് ബാക്ടീരിയ, വൈറസ്, ഇഞ്ചുറി, ഏതെങ്കിലും അലർജീസ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഇതാണ് കൺജക്റ്റിവൈറ്റിസിന്റെ ഇമേജ് കൊണ്ടാണ് കൺജക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നത്. നമ്മുടെ ഐസിനെ റെഡ് ആക്കും, വാട്ടറി ആക്കും, ഭയങ്കര പെയിൻഫുൾ ആൻഡ് സ്റ്റിക്കി ഒക്കെ ആക്കുന്ന ഒരു കണ്ടീഷനാണ് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ട്രക്കോമ എന്ന് പറയുന്നത് നമ്മുടെ ഐലിഡ് ഉണ്ടല്ലോ, ഐലിഡിന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര റഫ് ആകും. ആൻഡ് അതിന്റെ ഇന്നർ സർഫേസ്, ഐലിഡിന്റെ ഇന്നർ സർഫേസ് ഭയങ്കര ഇങ്ങനെ റഫ് ആവുന്ന ഒരു കണ്ടീഷനാണ്. ആ ഒരു ഇൻഫെക്ഷനെയാണ് നമ്മൾ ട്രക്കോമ എന്ന് പറയുന്നത്. ഇത് ഡേർട്ടി ആയിട്ടുള്ള നമ്മൾ ടവൽസ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അൺക്ലീൻ ആയിട്ടുള്ള ഫിംഗേഴ്സോ, ക്ലീൻ ചെയ്യാത്ത ഫിംഗേഴ്സോ ഒക്കെ കൊണ്ട് നമ്മൾ കണ്ണൊക്കെ തൊട്ടാൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ട്രക്കോമ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും സ്കൂൾ ചിൽഡ്രനിലൊക്കെയാണ് ഈ ഒരു കണ്ടീഷൻ കാണുന്നത്. പിന്നെ വരുന്നത് സ്റ്റൈസ് എന്നാണ്. നമ്മൾ കൺകുരു, പോളക്കുരു എന്നൊക്കെ പറയുന്നത്, അതാണ് സ്റ്റൈസ് പറയുന്നത്. ഒരു ലംബ്, ഒരു ഇത് ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം നമ്മുടെ കണ്ണിന്റെ മേലെ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻ ഒക്കെ കാരണം ഉണ്ടാവുന്നതാണ് സ്റ്റൈസും. സോ ഈ 3 കണ്ടീഷൻസ് ആണ് ഇൻഫെക്ഷൻസിൽ വരുന്നത്. എന്തൊക്കെയാ? കൺജക്റ്റിവൈറ്റിസ്, ട്രക്കോമ ആൻഡ് സ്റ്റൈസ്. 3 ഇമേജസ് നോക്കി വെച്ചാൽ മതി. ഇനി അടുത്തതാണ് ഇഞ്ചുറീസ് ഐസിൽ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറീസ് നമ്മുടെ ഐസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ അതിൻ്റെ അകത്ത് വരുന്നത് കോർണിയൽ അൾസേഴ്സ് എന്ന് പറയുന്നത്. സോ കോർണിയൽ അൾസേഴ്സ്, നമ്മൾ കോർണിയ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ഫ്രണ്ട് പാർട്ടാണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫ്രണ്ട് പാർട്ടാണ് കോർണിയ എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ എന്താ പറയുക, പാർട്ടിക്കിൾസോ ഡസ്റ്റോ കെമിക്കൽസോ എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ കാര്യം, ഷാർപ്പ് ഒബ്ജക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കോർണിയ എന്ത് ചെയ്യുന്നു? ഡാമേജ് ആകുന്നു. എന്നിട്ടൊരു അൾസർ ഇങ്ങനെ ഫോം ചെയ്യുന്നു, കണ്ടൊരു വൈറ്റ് ആയിട്ട്. അത് ഫോം ചെയ്യുന്നതിനാണ് കോർണിയൽ അൾസേഴ്സ് എന്ന് പറയുന്നത്. ഭയങ്കര പെയിൻ ആൻഡ് വിഷൻ പ്രോബ്ലംസ് ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ കോർണിയൽ അൾസേഴ്സ് ആണ് ഇഞ്ചുറീസിൽ വരുന്നത്. പിന്നെ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമായിട്ടുള്ള വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ പറയുന്നത്. സോ അതിന്റെ ഡെഫിഷ്യൻസി കാരണം, അതിന്റെ ലാക്ക് കാരണം ഉണ്ടാവുന്ന 2 പ്രോബ്ലംസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ആൻഡ് സെറോഫ്താൽമിയ എന്ന് പറയുന്നത്. സോ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി, അതായത് ഡാർക്ക്നെസ്സിൽ നമുക്ക് കാണുമ്പോൾ, ഇരുട്ടത്ത് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു കണ്ടീഷനാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ സെറോഫ്താൽമിയ എന്ന് പറയുന്നത്, കണ്ടോ, കണ്ണിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടാവുക, അതിന് ഡാമേജസ് ആവുക, ചിലപ്പോൾ ഒരു വൈറ്റ് പാച്ചസ് ഒക്കെ ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സെറോഫ്താൽമിയ വരുന്നത്. സോ ഈ 2 കണ്ടീഷൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സെറോഫ്താൽമിയയും. സോ നമ്മൾ വൈറ്റമിൻ എ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡ് മാക്സിമം കഴിക്കാൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈ 2 സാധനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് എറേഴ്സ് ഓഫ് റിഫ്രാക്ഷൻ, അതായത് വിഷനിൽ ഉണ്ടാകുന്ന കുറച്ച് എറേഴ്സ് കാരണവും നമ്മുടെ ഐസ് ഡാമേജ് ആകാം. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഷോർട്ട് സൈറ്റഡ്നെസ്സും ലോങ് സൈറ്റഡ്നെസ്സും. നമുക്കറിയാം, മോസ്റ്റ് ആൾക്കാരും ഫേസ് ചെയ്യുന്നത്, നമ്മൾ കണ്ണടയൊക്കെ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ ഇപ്പം ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നു, പക്ഷേങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. എന്തിനെ കാണാൻ പറ്റില്ല? നിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇതാണ്, ഈ 2 ഇയർ ഓഫ് റിഫ്രാക്ഷനിൽ, വിഷനിൽ ഉണ്ടാവുന്ന എററിൽ അങ്ങനെ ഉണ്ടാവുന്ന ഡാമേജ്, ഐസിൽ ഉണ്ടാവുന്ന ഡാമേജിൽ വരുന്ന 2 കണ്ടീഷൻസ്. പിന്നെ അതുകൂടാതെ വരുന്ന 2 ഐ ഡിസീസസ് ആണ് കാറ്ററാക്റ്റും ഗ്ലോക്കോമയും. കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസിൽ കണ്ടോ ഇങ്ങനെ ഒരു ക്ലൗഡിങ്, ഒരു പാട പോലെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് നെർവിൽ
എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ട് അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഹൈ പ്രഷർ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇത് രണ്ടും ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മേജർ, അതായത് ഈ എല്ലാ കണ്ടീഷൻസും മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിലോട്ടേക്ക് ലീഡ് ചെയ്യുന്നു? ബ്ലൈൻഡ്നെസ്സിലോട്ടും വിഷ്വൽ ഹാൻഡിക്യാപ്പിലോട്ടേക്കും ലീഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ കണ്ടീഷൻസിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് അതിനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ രണ്ട് കാരണത്തിലേക്കും അത് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് കാഴ്ചക്കുറവ്, കാഴ്ചയില്ലായ്മ, അതൊരു ഗ്ലോബൽ പ്രോബ്ലം ആണ്. വെരി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. ഇന്ത്യയിൽ തന്നെ ഒരു 80 ലാക്ക് ബ്ലൈൻഡ് പീപ്പിൾ ഉണ്ട് എന്നാണ്, നിയർലി ഒരു 80 ലാക്ക് ബ്ലൈൻഡ് പീപ്പിൾ ഉണ്ട് എന്നാണ് കണക്ക്. അതിന്റെ ഇന്ത്യയിലുള്ള മേജർ കോസസ് എന്തൊക്കെയാണ്? കാറ്ററാക്ട്, റിഫ്രാക്റ്റീവ് എറേഴ്സ്, ഗ്ലോക്കോമ, കോർണിയൽ ഒപ്പാസിറ്റി, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? മേജർ കോസസ്, ഇന്ത്യയിലുള്ള ബ്ലൈൻഡ്നെസിന്റെ മേജർ കോസസ് ആയിട്ട് വരുന്നത്. ഇത് പ്രിവെന്റബിളും ആണ്. എങ്ങനെയൊക്കെ? ഏർലി ഡയഗ്നോസിസ് ചെയ്യുന്ന വഴി, ട്രീറ്റ്മെന്റ് എടുക്കുക, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴി, നല്ല നല്ല ഡയറ്റ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക, നേരത്തെ പറഞ്ഞ തന്നെ വൈറ്റമിൻ എ ഒക്കെ ഉള്ള ഫുഡ് കഴിക്കുക, പിന്നെ ഫ്ലൈസും കാര്യങ്ങളും, ഫ്ലൈ കൺട്രോൾ, അതായത് ഈ ഇൻസെക്ട്സ് ഒക്കെ മെയിൻ ആയിട്ട് കണ്ണിലൊക്കെ വന്ന് വീഴുന്നതെല്ലാം ഭയങ്കര പ്രശ്നമാണ്. സോ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക വഴിയൊക്കെ നമുക്ക് ബ്ലൈൻഡ്നെസ് ഈസിലി പ്രിവെന്റബിളും ആണ്. ഇനി നമുക്ക് ഐസിന് നമ്മൾ എങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിൽ വരുന്നതാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ, പ്രിവെൻഷൻ ഓഫ് ഐ ഇഞ്ചുറീസ്, ഐ സ്ട്രെയിൻ, ഗുഡ് ഡയറ്റ്, സ്ക്വിൻറ്റ്, റെഗുലർ ഐ ചെക്കപ്പ്, ഹൈജീൻ ഓഫ് ദി ഐസ്, കെയർ ഓഫ് ഐസ് ഇൻ ന്യൂ ബോൺ ആൻഡ് ഹാർംഫുൾ പ്രാക്ടീസസ്. സോ ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം വരുന്നതാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. സോ ഇൻഫെക്ഷൻസ് ലൈക്ക് കൺജക്ടിവൈറ്റിസും ട്രക്കോമയും. കൺജക്ടിവൈറ്റിസ് എന്തായിരുന്നു? നമ്മുടെ കണ്ണ് രോഗം എന്ന് റെഡ് ഐ എന്ന് പറയുന്നത്. ട്രക്കോമ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഇൻഫെക്റ്റഡ് ടവൽസും അതൊക്കെ കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ട്രക്കോമ. സോ ഈ രണ്ട് കൺജക്ടിവൈറ്റിസും ട്രക്കോമയും ഒക്കെ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? ഈ റെഡ്നെസ്, പെയിന്, ഡിസ്ചാർജ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഈ ട്രക്കോമ സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടവൽസ്, ക്ലോത്ത്സ്, പിന്നെ സുറുമ സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത ഫ്ലൈസിൻ്റെ കൂടെ, അങ്ങനെയൊക്കെയാണ് ട്രക്കോമ സ്പ്രെഡ് ചെയ്യുന്നത്. കോമൺ ആയിട്ടുള്ളത് സ്കൂൾ ചിൽഡ്രനിലാണ്. സോ നമ്മൾ അത് ഡയഗ്നോസിസ് ചെയ്യുക. നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് ആണ്. നമ്മൾ ഏർലി ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക, അവയർനെസ് പറഞ്ഞു കൊടുക്കുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കൂളിലൊക്കെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ വൃത്തിയുടെ സാധനമൊന്നും പിടിക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ഹൈജീനിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കുക. അതേപോലെ തന്നെ ഫ്ലൈസിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എടുക്കുക. പിന്നെ ഈ പിള്ളേരുടെ മുഖത്തൊക്കെ ഫ്ലൈസ് വന്നിരിക്കുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് വഴി നമുക്ക് ഈ കണ്ടീഷൻസ്, കൺജക്ടിവൈറ്റിസും ട്രക്കോമയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ഡിസീസസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. അതാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ ഇൻഫെക്ഷനിൽ വരുന്നത്. ഇനി പ്രിവെൻഷൻ ഓഫ് ഐ ഇഞ്ചുറീസ്. ഐ ഇഞ്ചുറീസിൽ മെയിൻ ആയിട്ടും ഇത് ഹാപ്പൻ ചെയ്യുന്നത് നമ്മൾ നെഗ്ലിജൻസ് കൊണ്ടാണ്, നമ്മൾ ശ്രദ്ധിക്കാണ്ടാണ് ഐ ഇഞ്ചുറീസ് മെയിൻ ആയിട്ടും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ പ്രൊഫഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർ, കോമൺ ആയിട്ട് ഐ ഇഞ്ചുറീസ് ഉണ്ടാവുന്ന കുറച്ച് പ്രൊഫഷൻസിലൊക്കെ ഉള്ള ആൾക്കാർ, അവർ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് യൂസ് ചെയ്യണം. കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഗ്ലാസ്സസ് അവർ യൂസ് ചെയ്യണം. പിന്നെ ഈ ചിൽഡ്രനിൽ തന്നെ ഐ ഇഞ്ചുറീസ്, ഈ ഫയർ വർക്ക്, പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിക്കുമ്പോഴും, ഷാർപ്പ് ഒബ്ജക്ട്സ്, ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കുന്ന വഴി, എന്തെങ്കിലുമൊക്കെ മൊബൈൽ ഗെയിംസ് അല്ല, അല്ലാണ്ടുള്ള ഗെയിംസ് ഒക്കെ കളിക്കുന്നത് വഴി, ഈ വടിയൊക്കെ എറിഞ്ഞ് കളിക്കൊക്കെ ഉണ്ടല്ലോ പിള്ളേർ, അപ്പൊ അങ്ങനെയൊക്കെ വഴിയാണ് കുട്ടികളുടെ ഐ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ആൻഡ് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സ്മോൾ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ കണ്ണിൽ അഥവാ വീണാൽ, ഡസ്റ്റോ ചാർക്കോളോ സാൻഡ് എന്തൊക്കെയൊക്കെ നമ്മുടെ കണ്ണിൽ വീണാൽ, നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം കൊണ്ട്, പ്ലെന്റി ഓഫ് വാട്ടർ കൊണ്ട് നമ്മൾ നല്ലോണം വെള്ളം കണ്ണിൽ ഒഴിച്ചിട്ട് നമ്മളത് വാഷ് ചെയ്യണം. റബ്ബൊന്നും ചെയ്യാൻ പാടില്ല, നമ്മളത് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അത് കളയണം. അപ്പം ഇഞ്ചുറീസ് വരുന്നത് എന്തൊക്കെയാ? ഇൻഡസ്ട്രീസിലും ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് യൂസ് ചെയ്യുക. പിന്നെ മെയിൻ വരുന്നത് പിള്ളേരിലാണ്, ചിൽഡ്രനിലാണ് ഐ ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് ഇന്ന കാരണങ്ങളൊക്കെ കൊണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ണിൽ പെട്ടുപോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെള്ളം കൊണ്ട് കഴുകി കളയുക, റബ്ബ് ചെയ്യാൻ പാടില്ല. അതാണ് പ്രിവെൻഷൻ ഓഫ് ഐ ഇഞ്ചുറീസിൽ വരുന്നത്. പിന്നെ ഐ സ്ട്രെയിൻ ഇപ്പം മോസ്റ്റ്ലി എല്ലാവർക്കും ഉള്ളതാണ്. ഈ IT പ്രൊഫഷണൽസും അങ്ങനത്തെ ഈ ലാപ്പും മൊബൈൽസും ഒക്കെ ഒരുപാട് ടൈം യൂസ് ചെയ്യേണ്ട, അല്ലാത്തവരും ഇപ്പം ഫുൾ ടൈം യൂസിങ് ആണ്. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ കാര്യമാണ് ഇപ്പം ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഒരുപാട് സമയം നമ്മൾ സ്ക്രീൻ നോക്കുമ്പോൾ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ റീഡിങ്ങോ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതിലുണ്ടാവുന്ന ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഐ സ്ട്രെയിൻ ഉണ്ടാവുന്നത്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, നല്ല ഗുഡ് ലൈറ്റിൽ നമ്മൾ വായിക്കുക. റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റ് നമ്മുടെ ലെഫ്റ്റിന്നും റൈറ്റിന്നും ബിഹൈൻഡിന്നും ഒക്കെ ലൈറ്റ് വരണം. നല്ല വെളിച്ചത്തിൽ തന്നെ നമ്മൾ വായിക്കുക. പിന്നെ ഒരു
1.5 ഫീറ്റ് അവേ നമ്മുടെ ബുക്ക് വായിക്കുകയാണെങ്കിൽ 1.5 ഫീറ്റ് അവേ നമ്മുടെ ബുക്ക് ഹോൾഡ് ചെയ്യണം. അടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ദൂരത്ത് വെച്ചിട്ടൊന്നും വായിക്കാൻ പാടില്ല. ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ ഒരു മൂവിങ് വെഹിക്കിൾസിലോ ഇപ്പം ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി ആൾക്കാർ പറയും നമ്മൾ ഫോണോ അല്ലെങ്കിൽ ബുക്കൊന്നും വായിക്കാണ്ടിരിക്കുക. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഭയങ്കര കുലുക്കവും ജേർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മൂവിങ് വെഹിക്കിൾസിലോ അല്ലെങ്കിൽ താഴെ കിടന്നിട്ടും തലകുത്തിയിട്ടും ഒന്നും മെയിനായിട്ട് വായിക്കാണ്ടിരിക്കുക. നല്ല രീതിയിൽ തന്നെ ഇരുന്നിട്ട് നല്ല ചെയറിലൊക്കെ ഇരുന്നിട്ട് തന്നെ വായിക്കുക. പിന്നെ എന്തെങ്കിലും എന്താ പറയുക ക്ലോസ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഐസ് നമ്മൾ റെസ്റ്റ് ചെയ്യുക മെയിനായിട്ടും. അതായത് ഈ ലാപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ബുക്കൊക്കെ നോക്കിയിട്ട് ഫുൾ ടൈം ആ ഒരു പ്രൊഫഷനൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഐസിന് റെസ്റ്റ് ചെയ്യാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും ജസ്റ്റ് കണ്ണ് പൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം പൂട്ടിയിട്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കുക, ശ്രദ്ധ തിരിക്കുക, ഡിസ്ട്രാക്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ ലുക്കിംഗ് അവേ ഫ്രം ടൈം ടു ടൈം അങ്ങനെയൊക്കെ നമ്മൾ ഐസിന് റെസ്റ്റും കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഗ്ലെയർ ആൻഡ് എക്സസീവ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഗ്ലാസസ് യൂസ് ചെയ്യും. സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്ത് പോകുന്ന ആൾക്കാർ സ്റ്റൈലിന് വേണ്ടി മാത്രമല്ല, അവർ ഈ എക്സസീവ് ബ്രൈറ്റ്നസ് ചിലപ്പോൾ പറ്റാത്തവരായിരിക്കും. സൺലൈറ്റ് ഒരുപാട് നട്ടുച്ചയ്ക്കൊക്കെ മെയിൻലി നമ്മൾ സൺഗ്ലാസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താ പറയുക കോമൺ ആക്കുക. അതിനൊരു നാണം കെടാണ്ടിരുന്നിട്ട് മെയിൻലി യൂസ് ചെയ്യുക. ബിക്കോസ് ഇത് നല്ല കാര്യമാണ് സൺഗ്ലാസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഐ സ്ട്രെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയാണ്? നല്ല ലൈറ്റിൽ തന്നെ റീഡ് ചെയ്യുക, ലൈറ്റ് എവിടെ നിന്നൊക്കെ വരണം എന്നുള്ളത് നോക്കുക, ബുക്ക് എത്ര ഫീറ്റ് അവേ നമ്മൾ കീപ്പ് ചെയ്യണം, ആൻഡ് മൂവിങ് വെഹിക്കിൾസ് ഒന്നോ ലൈങ് ഡൗൺ ഒന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുക റീഡിങ്, ആൻഡ് ഐസ് റെസ്റ്റ് ചെയ്യുക ഫ്രീക്വന്റ്ലി. പിന്നെ എക്സസീവ് ബ്രൈറ്റ്നസ്സോ ഗ്ലെയറോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സൺഗ്ലാസസ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ഐ സ്ട്രെയിൻ കുറയ്ക്കാം. നെക്സ്റ്റ് ഡയറ്റ് ആണ്. നല്ലൊരു ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. നേരത്തെ പറഞ്ഞു വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സെറോസിസും കെറാറ്റോമെലാഷ്യ തുടങ്ങിയ കണ്ടീഷൻസിലോട്ടൊക്കെ നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. സോ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഐസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. സോ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ നോക്കുക. അതിൽ വരുന്നതാണ് ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളും ഫ്രൂട്ട്സ്, മിൽക്ക്, ബട്ടർ, അതൊക്കെ വൈറ്റമിൻ എ റിച്ച് സാധനങ്ങളാണ്. സോ ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്തിനാണ്? വൈറ്റമിൻ എ. സോ അങ്ങനെ ഒരു നല്ല ഡയറ്റ്, കണ്ണിന്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്തിട്ടുള്ള നല്ലൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാം. നെക്സ്റ്റ് സ്ക്വിന്റ് എന്ന് പറയുന്നത് ക്രോസ് ഐ അല്ലെങ്കിൽ നമ്മൾ കോങ്കണ്ണം എന്നൊക്കെ പറയും. അതാണ് സ്ക്വിന്റ് ഐ എന്ന് പറയുന്നത്. സോ ഈ ക്രോസ്ഡ് ഐ എന്ന് പറയുന്നത് നമുക്ക് ഏർലി തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഗ്ലാസസ് യൂസ് ചെയ്തിട്ടോ ഐ എക്സസൈസ് യൂസ് ചെയ്തിട്ടോ സർജറി ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് അതിന്റെ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ വേഗം പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുക. ഒരുപാട് ഡിലേ ചെയ്താൽ ചിലപ്പം പെർമനന്റ് ആയിട്ടുള്ള വിഷൻ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് സ്ക്വിന്റിൽ വരുന്നത്. നെക്സ്റ്റ് റെഗുലർ ആയിട്ട് ഐ ചെക്കപ്പ്. റെഗുലർ ഐ ചെക്കപ്പ്, അതായത് റെഗുലർ ആയിട്ട് നമ്മൾ ഐ ചെക്കപ്പ് ചെയ്യുക. നമ്മൾ ഫിസിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ഈ വാട്ടറി ഡിസ്ചാർജോ അല്ലെങ്കിൽ പസ്സൊക്കെ വരിക, അല്ലെങ്കിൽ കണ്ണ് ഭയങ്കര ഇങ്ങനെ വീങ്ങി നിൽക്കുക, ലിഡുകൾ സ്വെല്ല് ചെയ്യുക, ഐലിഡ്സ് സ്വെല്ല് ചെയ്യുക, ഹെഡ് ഏക്ക്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഹെഡ് ഏക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മങ്ങിയ വിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ലൈറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു ഹാലോ പോലെ ഒരു റൗണ്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങൾ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ പോയി കാണിക്കണം. ഇപ്പം ഈ അൺടിൽ ഒരു ഏജ് 10ാമത്തെ വയസ്സ് വരെ നമ്മൾ വൺസ് എ ഇയർ റെഗുലർലി ഐ ചെക്കപ്പ് നടത്തുക, ഒരു ഡോക്ടറെ കാണിക്കുക, കണ്ണിന്റെ ആളെ കാണിക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് 10 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ എവറി 3 ഇയേഴ്സ് നമ്മൾ മാക്സിമം റെഗുലർലി നമ്മൾ ഐ ചെക്കപ്പ് ചെയ്യാൻ നോക്കാൻ ശ്രമിക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏർലി തന്നെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, എന്നിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റുന്നു. ഈ ലോങ് സൈറ്റഡ്നെസ് ഒക്കെ നമ്മൾ എന്താ പറയുക പ്രായമാവുന്നതിനോട് അനുസരിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾമോസ്റ്റ് നിയർലി ഒരു 45 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ അവർക്കിപ്പം ഗ്ലാസസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും. ഓൾമോസ്റ്റ് അത് ആ ഒരു പ്രായമൊന്നുമല്ല, പക്ഷെ ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്കടക്കം ഗ്ലാസസിന്റെ ആവശ്യമുണ്ട്. ബിക്കോസ് ഫോണിന്റെ ഉപയോഗം കാരണം അതൊക്കെ കൂടുന്നതിനോടനുസരിച്ചിട്ട് തന്നെ എന്താണ് എല്ലാവരും കണ്ണട ഇടുന്നുണ്ട്. ഓരോ അസുഖങ്ങൾ കണ്ണിന് പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഐ ചെക്കപ്പ് റെഗുലർ ആയിരിക്കണം. എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണുകയാണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യരുത്, അപ്പൊ തന്നെ കാണിക്കാൻ നോക്കുക. അടുത്തതാണ് ഐ ഹൈജീൻ, അതായത് കണ്ണിന്റെ ഹൈജീൻ നമ്മൾ എങ്ങനെയൊക്കെ നോക്കാന്നുള്ളത്. ഇപ്പൊ കണ്ണിന്റെ ചുറ്റുമുള്ള സ്കിന്ന് നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ, എസ്പെഷ്യലി ഉറങ്ങുന്നതിന്റെ മുന്നേ ഒക്കെ നമ്മൾ സോപ്പൊക്കെ ഇട്ടിട്ട് നല്ല ക്ലീൻ വാട്ടർ കൊണ്ട് നമ്മുടെ മുഖം ഫേസ് നമ്മൾ വാഷ് ചെയ്യണം.
അല്ലാത്തപ്പോഴും നമ്മൾ ഇടക്കിടക്ക് മുഖം കഴുകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കോമൺ ആയിട്ടുള്ള ടവൽസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. മുഖം നമ്മൾ കഴുകുമ്പോൾ, കണ്ണൊക്കെ കഴുകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കാണ്ടിരിക്കുക. പ്ലസ് അതേപോലെ തന്നെ നമുക്ക് മുഖം തുടയ്ക്കാൻ പ്രത്യേകിച്ച് ഒരു ടവൽ കീപ്പ് ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ മേലൊക്കെ തുടക്കുന്ന തുണി കൊണ്ട് മാക്സിമം നമ്മൾ മുഖം തുടക്കാണ്ടിരിക്കുക. ഫേസ് ടവൽ എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ടവൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഡേർട്ടി ഫിംഗേഴ്സോ അൺക്ലീൻ ആയിട്ടുള്ള ക്ലോത്തോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൈയൊന്നും കഴുകാണ്ട് വെറുതെ കണ്ണിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കരുത്, അവിടെ എവിടെയും തൊട്ടിട്ട്. പിന്നെ ഡസ്റ്റ് നിന്ന്, സ്ട്രോങ് ലൈറ്റിൽ നിന്ന്, സൺലൈറ്റിൽ നിന്നൊക്കെ മാക്സിമം ഐസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. ഗ്ലാസ്സസ് വെക്കുക, സൺഗ്ലാസസ് വെക്കുക, പ്ലെയിൻ ഗ്ലാസ്സസ് ഒക്കെ വെക്കുക. പിന്നെന്താണ്, പിന്നെ ഐ എക്സസൈസസ് ഒക്കെ ചെയ്യുക. കണ്ണിന് കുറച്ച് എക്സസൈസസ് ആണ്. നമ്മൾ 10 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുക, കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഷട്ട് ചെയ്യുക, ഇങ്ങനെ ബ്ലിങ്കിങ് ഒഴിവാക്കിയിട്ട് കണ്ണിങ്ങനെ പൂട്ടി കുറച്ച് സമയം ഇരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ബ്ലിങ്ക് ചെയ്യുക, എന്നിട്ട് പിന്നെയും ഷട്ട് ചെയ്യുക. അതങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഐബോൾസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക, സർക്കിൾ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ഒക്കെ ചെയ്യുന്നതൊക്കെ യൂസ്ഫുൾ ആണ്. അങ്ങനത്തെ കുറച്ച് എക്സസൈസസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം ഐ മസിൽസും കാര്യങ്ങളൊക്കെ, ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കൂടും എക്സസൈസ് ഒക്കെ ചെയ്താൽ. സോ ഹൈജീൻ, കണ്ണിന്റെ ഹൈജീനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഐസിന്റെ അറൗണ്ട് ഉള്ള സ്കിന്ന് നമ്മൾ ക്ലീൻ ചെയ്യുക. മുഖം സോപ്പിട്ടും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കൊണ്ടും കഴുകുക. കോമൺ ടവൽസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഡർട്ടി ഫിംഗേഴ്സും അൺക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സും കൊണ്ട് കണ്ണ് തൊടാണ്ടിരിക്കുക. ഡസ്റ്റിൽ നിന്നും സ്ട്രോങ് ലൈറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഐ എക്സസൈസസ് ചെയ്യുക. ഓക്കെ. ഇനി ന്യൂ ബോൺസിലെ പിള്ളേരുടെ കണ്ണ് നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികളുടെ, കുഞ്ഞു വാവകളുടെ. സോ അവർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ബോണിന്റെ കണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് നാച്ചുറൽ ഡിഫൻസസ് ലാക്ക് ആയിരിക്കും. ബിക്കോസ് കുഞ്ഞു കണ്ണല്ലേ, അത് വരുന്നേ ഉണ്ടാവുള്ളൂ. ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഇങ്ങനെ അവരുടെ വീക്ക് ആയിരിക്കും. അതൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ കണ്ണിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അവർ ആഫ്റ്റർ ബർത്തിലോ അല്ലെങ്കിൽ ഡ്യൂറിങ് ബർത്തിലോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്ത് ഇൻഫെക്ഷൻസ്. സോ എന്ത് ചെയ്യണം, അവരുടെ ഒരു കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കെയർ തന്നെ, അവരുടെ കൺജങ്ക്റ്റീവയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല കെയർ തന്നെ അവർക്ക് കൊടുക്കണം. എങ്ങനെയൊക്കെയാണ്, സ്റ്റെറൈൽ സ്വാബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഐസ് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ സിൽവർ നൈട്രേറ്റോ പെൻസിലിൻ ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്യാം നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളമൊന്നും അധികം കണ്ണിൽ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഡിസ്ചാർജോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം അത് ഇമീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിൽ കാണുമ്പോൾ, വല്ലാണ്ട് ഡിസ്ചാർജസും കാര്യങ്ങളൊക്കെ കുട്ടീൻ്റെ കണ്ണിൽ നിന്ന് വരുമ്പം അതും നമ്മൾ സീരിയസ് ആക്കി എടുക്കണം, പെട്ടെന്ന് പോയിട്ട് കാണിക്കണം. അതാണ് കെയർ ഓഫ് ഐസ് ന്യൂ ബോണിൽ വരുന്നത്. അടുത്തതാണ് ഹാംഫുൾ പ്രാക്ടീസസിൽ വരുന്നത്. സോ ഹാംഫുൾ പ്രാക്ടീസസിൽ വരുന്നത് എന്തൊക്കെയാണ്? അപ്ലൈയിങ് കാജൽ ഓർ ബ്ലാക്ക് സൂട്ട് മിക്സ്ഡ് വിത്ത് ഓയിൽ ഇസ് ഹാംഫുൾ ആണ്. ആൻഡ് ക്വാക്സ് ആൻഡ് ഇറിറ്റൻറ്റ്, അതായത് നമ്മുടെ കാജലും സുർമ സൂട്ടൊക്കെ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ഹാംഫുൾ. ആൻഡ് ബിക്കോസ് അത് എപ്പോഴും അത്രയും സ്റ്റെറൈൽ ആവണം എന്നില്ല. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ട്രക്കോമ, അതേപോലെ തന്നെ അതർ ഇയർ ഡിസീസസ് കാര്യങ്ങളൊക്കെ. ബിക്കോസ് അതിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസോ കെമിക്കൽസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ കണ്ണിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ കൺജക്റ്റിവൈറ്റിസ്, ട്രക്കോമ തുടങ്ങിയ ഒരുപാട് എന്താ ഐ ഡിസീസസിലോട്ടേക്ക് അത് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് ബേബീസിന്റെ കണ്ണിലും ഒക്കെ ഇടുന്നത് അത്ര വലിയ നല്ലതല്ല. ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ഫോർ ദിയർ ഐസ്. ക്വാക്സ് ആൻഡ് ഇറിറ്റൻസ് മേ ഡാമേജ് ദി ഐസ്. സോ ക്വാക്സ് എന്ന് പറയുന്നത് അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം ഈ ഐസിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഹോം റെമഡീസും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യില്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വല്ല പ്ലാന്റിന്റെ ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ണിലൊഴിക്കുക, എന്തെങ്കിലുമൊക്കെ ഭയങ്കര എണ്ണയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓയിൽസ് ഒക്കെ കണ്ണിലേക്ക് ഇതാക്കുക, നല്ലതാണ്, കുഞ്ഞിന്റെ കണ്ണിന് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ, ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓരോ ഡ്രോപ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കണ്ണിലോട്ടേക്ക് ഇടാക്കുക. ഇറിറ്റൻസിൽ വരുന്നത് നമ്മുടെ ടൊബാക്കോന്റെ സ്മോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കത്തിച്ചതിന്റെ സ്മോക്ക് കാര്യങ്ങൾ, പുകകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിലോട്ടേക്ക് വരുമ്പോൾ അതൊക്കെ നമ്മുടെ കണ്ണിനെ ഡാമേജ് ചെയ്യാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. നമ്മുടെ ഐസൈറ്റിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പെർമനന്റ്ലി ഡാമേജ് ചെയ്യുന്നുണ്ടാകും. സോ പ്രോപ്പർ ആയിട്ടുള്ള ഈ ക്വാക്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റിന് അത് ഡിലേ ചെയ്യുന്നുണ്ട്. ബ്ലൈൻഡ്നെസിന്റെ റിസ്ക് ഒക്കെ അത് ഇൻക്രീസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇഗ്നോറൻസ്, പോവർട്ടി ആൻഡ് പുവർ ഹൈജീൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഐ ഡിസീസസിന് വേണ്ടിയിട്ട്. ഇപ്പം മെനി ഓഫ് ദി ഐ ഡിസീസസ് ഉണ്ടാവാനുള്ള കാരണം ലാക്ക് ഓഫ് അവയർനെസ് ആണ്. അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല, ഇന്നതൊക്കെയാണ് ഐ ഡിസീസസ്, ഇന്നതൊക്കെ കാരണമാണ് അത് ഉണ്ടാകുന്നത്, ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അവയർനെസ് അവരിൽ ഉണ്ടാവില്ല. ചില ആൾക്ക് ലോ എക്കണോമിക് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ, പുവർ ഹൈജീൻ പ്രാക്ടീസസ് ഉള്ള ആൾക്കാർ,
മര്യാദയ്ക്ക് പേഴ്സണൽ ഹൈജീൻ നോക്കാൻ പറ്റാത്ത ആൾക്കാർ, അൺഹൈജീനിക് ആയിട്ടുള്ള സറൗണ്ടിങ്സിലും കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അവർ മോർ എക്സ്പോസ്ഡ് ആയിരിക്കും ഈ ഫ്ലൈസും അതേപോലെ തന്നെ ഡസ്റ്റ്, ഡേർട്ടി വാട്ടറും, അങ്ങനെ അതിനോടൊക്കെ അവർ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ്, കൺജക്ടിവൈറ്റിസും അങ്ങനത്തെ കുറെ ഇൻഫെക്ഷൻസ് അവർക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ പുവർ ആയിട്ടുള്ള, പോവർട്ടി, അധികം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുറച്ച് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ റെഗുലർ ചെക്കപ്പും കാര്യങ്ങളും അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് വരും. അതേപോലെ തന്നെ ഈ നമ്മൾ പറയും കോമൺ ടവൽസ് യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പേഴ്സണൽ ആയിട്ട് ടവൽസ് ഒക്കെ വാങ്ങിക്കാനോ അങ്ങനെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവർ കോമൺ ടവൽസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നതും. അങ്ങനെ അൺസേഫ് ആയിട്ടുള്ള ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ അവരങ്ങനെ യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിലൊക്കെ ഏർപ്പെടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ അതൊക്കെയാണ് ഹാംഫുൾ പ്രാക്ടീസസിലോട്ടേക്ക് വരുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്തിലുള്ളത്, ഐ കെയറിൽ വരുന്നത്. എന്തൊക്കെയായിരുന്നു? ഇൻഫെക്ഷൻ കൺട്രോൾ, ഇഞ്ചുറി പ്രിവെൻഷൻ, ഐ സ്ട്രെയിൻ, ഗുഡ് ഡയറ്റ്, സ്ക്വിന്റ്, റെഗുലർ ചെക്കപ്പ്, ഹൈജീൻ, ന്യൂബോൺ ഐ കെയർ ആൻഡ് ഹാംഫുൾ പ്രാക്ടീസസ്. സോ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേഗം കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഇൻഫെക്ഷൻ കൺട്രോൾ എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ ഫ്ലൈസ്, ടവൽസ്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻഫെക്ഷൻസ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഇഞ്ചുറീസ്, ഐ ഇഞ്ചുറീസ് ഉണ്ടാകുന്നതിന് പ്രിവെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് യൂസ് ചെയ്യുക, ഫയർ വർക്ക്, ഷാർപ്പ് ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ദൂരെ വെക്കുക. എന്തെങ്കിലുമൊക്കെ ഫോറിൻ ബോഡീസ് എൻ്റർ ചെയ്താൽ വാട്ടർ കാര്യങ്ങളൊക്കെ കൊണ്ട് കഴുകി കളയാൻ, റബ്ബ് ചെയ്യാൻ പാടില്ല. ഐ സ്ട്രെയിനിൽ വരുന്നതാണ് നല്ല ഗുഡ് ലൈറ്റിൽ റീഡ് ചെയ്യുക, ഇത്ര ഫീറ്റ് അവേ വെക്കുക, മൂവിങ് വെഹിക്കിൾസ് ഒന്ന് വായിക്കാണ്ടിരിക്കുക, റെസ്റ്റ് ചെയ്യുക, ഐസ് ഫ്രീക്വന്റ്ലി. ഗുഡ് ഡയറ്റിൽ വരുന്നതാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കോസ് കൊണ്ടുവരുന്നത്. അപ്പോൾ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ അകത്ത് ഇതൊക്കെ വരും. ആൻഡ് സ്ക്വിൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ്ഡ് ഐസ് ആണ്. നമ്മൾ പെട്ടെന്ന് തന്നെ, അതായത് ഏർലി തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്യണം. ഗ്ലാസസും എക്സസൈസും സർജറീസ് ഒക്കെ വെച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റെഗുലർ ചെക്കപ്പ്, വാട്ടറി ഡിസ്ചാർജ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്, അപ്പോൾ തന്നെ പോയിട്ട് നമ്മൾ കാണിക്കണം. റെഗുലർ ചെക്കപ്പ്, പിന്നെ ത്രൈസ് ഇയർ കാര്യങ്ങളൊക്കെ നമ്മൾ ഐ എക്സാംസ്, റെഗുലർ ഐ എക്സാംസിന് നമ്മൾ പോകണം. ഐ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മുഖം വാഷ് ചെയ്യാൻ നല്ല രീതിയിൽ, കോമൺ ടവൽസ് യൂസ് ചെയ്യാണ്ടിരിക്കുക, ഡേർട്ടി ഫിംഗേഴ്സ് കൊണ്ടൊന്നും ടച്ച് ചെയ്യാണ്ടിരിക്കുക, ഡസ്റ്റ് ഒന്നും ബ്രൈറ്റ് ലൈറ്റ് ഒന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. ഇനി ന്യൂ ബോൺ ഐ കെയറിൽ വരുന്നതാണ് എന്തൊക്കെ? ലിഡൊക്കെ നമ്മൾ സ്റ്റെറൈൽ സ്വാബ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക, കണ്ണിൽ വെള്ളം എൻ്റർ ചെയ്യുന്നതിലൊക്കെ പ്രിവെന്റ് ചെയ്യുക, സിൽവർ നൈട്രേറ്റ്, പെൻസിലിൻ ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഹാംഫുൾ പ്രാക്ടീസസിലാണ് നമ്മളെ കാജൽ, ബ്ലാക്ക് സൂട്ട് കാരണം ആ സാധനങ്ങളൊക്കെ കണ്ണിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാണ്ടിരിക്കുക. പിന്നെ പുവർ ഹൈജീനോ അല്ലെങ്കിൽ ഇഗ്നോറൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആണ് ഇതിന്റെ ഐ ഡിസീസസിന് കോസ് ചെയ്യുന്ന കുറച്ച് കാരണങ്ങൾ. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. സോ ഇതൊക്കെയാണ് ഐ കെയറിൽ വരുന്നത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐസിന്റെ കെയറിനെ പറ്റിയിട്ടാണ്. അപ്പം ഐസിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഇൻഫെക്ഷൻസിൽ വന്നത് 3 കൺജക്ടിവൈറ്റിസ്, ട്രക്കോമാസ്റ്റൈസ്. ഇഞ്ചുറീസിൽ വന്നത് അൾസേഴ്സും, കോർണിയൽ അൾസേഴ്സ്, മാൽന്യൂട്രീഷനിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സെറഫ്താൽമിയയും. പിന്നെ എറേഴ്സിൽ വന്നതാണ് ഒന്ന് ഷോർട്ട് സൈറ്റഡ്നെസ്സും ലോങ് സൈറ്റഡ്നെസ്സും, പിന്നീട് കാറ്ററാക്റ്റും ഗ്ലോക്കോമയും. അതൊക്കെയായിരുന്നു എന്ത് കണ്ടീഷൻസ് എഫക്റ്റിംഗ് ഐസ്. അപ്പം ഇതൊക്കെ വേഗം തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ്സിലോട്ടേക്ക് ലീഡ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ കെയർ ഓഫ് ദി ഐസിലോട്ടേക്ക് വന്നു. ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ? സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. സോ അടുത്ത ക്ലാസ്സിലേക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. സോ എല്ലാവരും പഠിക്കുക. ബൈ.